പരമ്പരാഗത കർഷക കുടുംബത്തിലെ അംഗമാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ വീട്ടിൽ നടക്കുന്ന കൃഷികൾ പ്രധാനമായും നെല്ല്, തെങ്ങ്, കമുക്, കുരുമുളക് തുടങ്ങിയ വിളകൾ കൂടുതലായിട്ട് ചെയ്ത് കണ്ട് വളർന്ന ഒരാളാണ്. ഒരു 1990 കാലഘട്ടം മുതൽ നെൽകൃഷിയിൽ വ്യാപകമായ ഒരു തിരിച്ചടി, അതായത് ഏറ്റവും പ്രധാനമായത് ജോലിക്കാരുടെ ക്ഷാമം, വിൽപ്പന സമ്മർദ്ദം, അതോടൊപ്പം തന്നെ ഈ കൃഷി പൊതുവെ നഷ്ടത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് നമ്മൾ പതിയെ പച്ചക്കറി, വാഴ, കിഴങ്ങുവർഗ്ഗ വിളകൾ, മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയുടെ കൃഷിയിലേക്ക് മാറിയത്. അതിനുശേഷം ക്രമാനുഗതമായിട്ട് മുഴുവൻ കൃഷിസ്ഥലവും നെൽവയലുകളെ മുഴുവൻ നമ്മൾ പച്ചക്കറിയുടെയും അതോടൊപ്പം തന്നെ കിഴങ്ങുവർഗ്ഗ വിളകളുടെയും മറ്റ് അനുബന്ധ വിളകളുടെയും ഒരു ഭൂമിയായിട്ട് മാറ്റി. ഇപ്പോഴും ഒരു വർഷം ശരാശരി ഒരു 80 മുതൽ 100 ടൺ വരെ കാർഷിക ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി, പഴം, കിഴങ്ങുവർഗ്ഗ ഉൽപ്പന്നങ്ങൾ എനിക്കുള്ള ഫീൽഡിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നുണ്ട്. ഏകദേശം 5 ഏക്കർ സ്ഥലത്താണ് ഞാനിപ്പോൾ പച്ചക്കറി, കിഴങ്ങുവർഗ്ഗ വിളകൾ ചെയ്യുന്നത്. ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു 2000 മുതൽ അപ്പം വ്യാവസായിക അല്ല വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു കൃഷി ചെയ്യുന്ന ആളാണ്. അത് പടിപടിയായിട്ട് കൂടി വരുമ്പോഴും ഉൽപ്പാദനം അപ്പോൾ 2003, 2005 കാലഘട്ടത്തിൽ 2 ലക്ഷത്തിൽ താഴെയായിരുന്നു ഒരു വർഷത്തെ ഉൽപ്പാദനം. ഇപ്പോൾ അത് ഈ കഴിഞ്ഞ 2022, 23 വർഷം അല്ലെങ്കിൽ 23, 24 എത്തുമ്പോൾ ഏതാണ്ട് 22 മുതൽ 24 ലക്ഷം രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ വിപണി വഴി വിറ്റഴിക്കാൻ കഴിഞ്ഞു. കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രവുമായി വളരെ അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കർഷകരാണ് ശ്രീ സജി NS. ഒരു പഠിതാവായിട്ടാണ് ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വന്നത്. നമ്മുടെ കൃഷിയുടെ വിദ്യാലയത്തിലാണ് ആദ്യമായിട്ട് സജി പങ്കെടുത്തത്. അതിനുശേഷം നമ്മുടെ കീഴിലേക്ക് നടത്തുന്ന പല കൃഷിയുടെ പരീക്ഷണങ്ങളിലും അതുപോലെയുള്ള മുൻനിര പ്രദർശനങ്ങളിലും സജി ഒരു കർഷകനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞങ്ങൾ പറയുന്ന അതേ രീതിയിൽ തന്നെ എല്ലാ പരീക്ഷണവും നടത്തി തന്നിട്ടുണ്ട്. അതിനോടൊപ്പം വിവിധ പരിശീലന പരിപാടികളിൽ സജി പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സയന്റിഫിക് അഡ്വൈസറി കമ്മിറ്റിയിലെ ഒരു മെമ്പർ കൂടിയാണ് സജി. നമ്മുടെ കഴിഞ്ഞ 2023 ഡിസംബർ മാസം നടത്തിയ ബില്യൺ ഫാമേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിൽ കൊല്ലം ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് സജിയാണ് അവിടെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്തത്. സജി അതിൽ പങ്കെടുക്കുകയും അവിടെ വളരെ ആദരവ് സ്വീകരിക്കുകയും ചെയ്തു. ഒരു അവാർഡി ഫാർമറായിട്ട് സജി ഇന്ന് സെലക്റ്റഡ് ആയിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ആരംഭിച്ച കൃഷി ഇന്ന് 5 ഏക്കറിലോളം സജി വ്യാപിച്ചിട്ടുണ്ട്. 2 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ പച്ചക്കറി ചെയ്തിരിക്കുന്നത്. അതിൽ പയറ്, പാവൽ, പടവലം, വെണ്ട, കുക്കുമ്പർ ഈ 5 വെറൈറ്റി പച്ചക്കറികളാണ് ചെയ്തിരിക്കുന്ന ഓരോ ഇനങ്ങളും നമ്മുടെ മാർക്കറ്റിംഗ് സാധ്യതകൾ, വിപണന സാധ്യതകൾക്ക് അനുയോജ്യമായ ഇനങ്ങൾ ആണ് പ്രത്യേകം തിരഞ്ഞെടുപ്പ് ചെയ്തിരിക്കുന്നത്. 2005 മുതൽ എനിക്ക് കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ടുള്ള ബന്ധം വളരെ ഗാഢമാണ്. അന്ന് മുതൽ കൃഷി വിജ്ഞാന കേന്ദ്രം സംഘടിപ്പിക്കുന്ന മുഴുവൻ കർഷക പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അതോടൊപ്പം ഫാം സ്കൂൾ പോലെയുള്ള KVK സംഘടിപ്പിക്കുന്ന പരിപാടികൾ അത് പരമാവധി ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതിലൊക്കെ പങ്കാളിയായിട്ടുണ്ട്. അന്ന് മുതൽ വളരെ സജീവമായും ഗാഢവുമായിട്ടുള്ള ബന്ധം കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ട് നിലനിർത്തി പോരുന്നുണ്ട്. അപ്പം കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരിലെത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ ഞങ്ങൾ കൂടെ പങ്കാളികളാണ്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് എന്നോട് തന്നെ അവിടെ ഇരുന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ ഏതോ ഒരു ആരാണെന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല, ഞങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് സജി എന്ന് എന്നോട് പറഞ്ഞൊരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ഇന്ന് സജി അത് 5 ഏക്കറോളം സ്ഥലത്തേക്ക് അത് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം സജിയുടെ പ്രവർത്തനം മൂലം മറ്റുള്ള കർഷകർക്ക് സജി ഒരു മാതൃകയാണ്, ഒരു വഴികാട്ടിയുമാണ്.